ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ നിർണായക വഴിത്തിരിവ്. ശബരിമലയിലെ സ്വർണം ആന്ധ്രാപ്രദേശിലെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചു. നിർണായക കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുകയാണ് SIT. സ്മാർട്ട് ക്രിയേഷൻസ് ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിലും തട്ടിപ്പ് നടത്തി എന്ന സംശയമാണ് ബലപ്പെടുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി രാജീവാണ് നമുക്കൊപ്പം ചേരുക. എന്തായാലും SIT ആന്ധ്രയിലടക്കം എത്തി നിർണായകമായ പല പരിശോധനകളിലേക്കും കടന്നിരുന്നു. ആ പരിശോധനകൾ ഏതാണ്ട് നിർണായക ഘട്ടത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ശബരിമലയിലെ അയ്യന്റെ സ്വർണം എവിടെയൊക്കെ എത്തി എന്നുള്ളത് തന്നെയാണ് സംശയം. ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിലും ഉപയോഗിച്ചു അയ്യന്റെ സ്വർണം എന്നുള്ള ഒരു നിർണായകമായ കണ്ടെത്തലിലേക്ക് SIT എത്തുമ്പോൾ നമുക്ക് രാജീവിനോട് കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കാം. രാജീവ്, ഈ വാർത്തയുടെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ അയ്യന്റെ സ്വർണം ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിലും എത്തി എന്നുള്ളത് തന്നെയാണല്ലേ? ഏതായാലും വളരെ നിർണായകമായ ഒരു കണ്ടെത്തലിലേക്കാണ് SIT എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് SITയുടെ നേതൃത്വത്തിൽ ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിൽ പരിശോധന നടത്തിയത്. സ്മാർട്ട് ക്രിയേഷൻസ് ഈ ശബരിമലയിലെ സ്വർണം കവരുന്ന ആ സമയത്ത് ആന്ധ്രയിലെ ചില ക്ഷേത്രങ്ങളിൽ കൂടി സ്വർണം പൂശിയതായി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിൽ SITയുടെ പ്രത്യേക സംഘം എത്തി പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ശബരിമലയിലെ സ്വർണം ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചതായുള്ള കണ്ടെത്തലിലേക്ക്, അത്തരമൊരു അനുമാനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നത്. ഇതിന് കാരണമെന്ന് പറയുന്നത് കൃത്യമായ ഇതേ കാലയളവിൽ തന്നെയാണ് ശബരിമലയിൽ സ്വർണ്ണക്കവർച്ച എപ്പോൾ നടന്നു 2019 ആ കാലയളവിൽ തന്നെയാണ് നിലവിൽ ആന്ധ്രയിലെ ചില ക്ഷേത്രങ്ങളിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ സ്വർണം പൂശിയിരിക്കുന്നത്. ഈ ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി സ്വർണം ഇവർ നൽകുകയും ചെയ്തിരുന്നു. ക്ഷേത്രം ഭാരവാഹികൾ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിന് നൽകുകയും ചെയ്തിരുന്നു. ഈ സ്വർണം മാറ്റിയതിന് ശേഷം ഈ ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത 3 കിലോയോളം സ്വർണ്ണമാണ് സ്മാർട്ട് ക്രിയേഷൻസ് തട്ടിയെടുത്തതായി SIT നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്വർണം ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചു എന്ന അനുമാനത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ SIT എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ സ്വർണം വീണ്ടെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്നും SIT പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാനാണ് നിലവിൽ SITയുടെ തീരുമാനം. വളരെ നിർണായകമായ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ശബരിമലയിലെ സ്വർണം തട്ടിയെടുക്കുകയും ഈ തട്ടിയെടുത്ത സ്വർണം പിന്നീട് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം ഉണ്ടാകുമ്പോൾ പിടികൂടാതിരിക്കാൻ വേണ്ടി അത് മറ്റ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുക, ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ക്ഷേത്രം ഭാരവാഹികളോടുൾപ്പെടെ SIT നേരിൽ കണ്ട വിവരങ്ങൾ തിരക്കിയിരുന്നു. അവിടെ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കണക്കുകളും നിലവിൽ SIT ശേഖരിച്ചിട്ടുണ്ട്. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ SIT ഇത്തരമൊരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. ശബരിമലയിൽ സ്വർണം ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നു. ആന്ധ്രയിലെ 4 ക്ഷേത്രങ്ങളിലാണ് നിലവിൽ SIT സംഘം പരിശോധന നടത്തിയത്. ഏകദേശം എത്രത്തോളം സ്വർണം ഈ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു കണക്കുകളും SIT ശേഖരിച്ചിട്ടുണ്ട്. വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് നിലവിൽ SITയുടെ തീരുമാനം. മാത്രമല്ല 2025 സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടും ഉടൻ FIR ഇടാനുള്ള നീക്കത്തിലേക്ക് SIT പോവുകയാണ്. ഈ മാസം 10-നകം തന്നെ FIR രജിസ്റ്റർ ചെയ്ത് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. ഇതിനുശേഷം PS പ്രശാന്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ആ രീതിയിലുള്ള ഒരു നീക്കവും നിലവിൽ SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തലിലേക്ക് SIT എത്തിയിരിക്കുന്നത് ശബരിമലയിലെ സ്വർണം അത് ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് ആണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻ ചേർന്നുകൊണ്ട് ഇത്തരമൊരു തട്ടിപ്പ് നടക്കുന്നു. മാത്രമല്ല ശബരിമലയിൽ നിന്ന് കൂടുതൽ സ്വർണം കവർ ചെയ്യാനുള്ള നീക്കവും പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായും SIT കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാടികളിലെയും സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അതുപോലെ തന്നെ ഉന്നത ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് തട്ടിയെടുത്തതെങ്കിൽ കൂടുതൽ സ്വർണം കവരാനുള്ള നീക്കം നിലവിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന കണ്ടെത്തലിലേക്കും SIT എത്തിയിട്ടുണ്ട്. രാജീവ്, അതായത് അയ്യന്റെ സ്വർണം ആന്ധ്രയിൽ എത്തിയെങ്കിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസ് നടത്തിയ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലേ? അതായത് ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിലും വമ്പൻ തട്ടിപ്പ് നടന്നിരിക്കാം. തീർച്ചയായും അത്തരമൊരു അനുമാനത്തിലേക്കാണ് നിലവിൽ SIT എത്തിയിരിക്കുന്നത്. ആന്ധ്രയിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു അനുമാനത്തിലേക്ക് SIT എത്തുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് SIT സംഘം നേരിട്ട് ആന്ധ്രയിലേക്ക് എത്തി ക്ഷേത്രങ്ങളിൽ പരിശോധന നടത്തിയത്. അവിടെ സ്വർണം പൂശിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ അതായത് ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ SITക്ക് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നതിന് പരിമിതിയുണ്ട്. നിലവിൽ ശബരിമലയിലെ സ്വർണം അവിടെ ഉപയോഗിച്ചു എന്ന കണ്ടെത്തലിലേക്കും അനുമാനത്തിലേക്കും SIT എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളിലേക്ക് ഒരുപക്ഷെ SITക്ക് പോകേണ്ടി വരും. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ ഹൈക്കോടതി റിപ്പോർട്ട് നൽകിയതിനു ശേഷം ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ ഏത് രീതിയിലുള്ള ആവശ്യമാണ് ഉയരുന്നത്